ഗുരുവിന്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവാക്യം. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രഹാമേ, എന്നിൽ കനിയണമേ. തന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കുന്നതിനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, എന്റെ ഈ ലോക ജീവിതത്തിന് ശേഷം ഒരിക്കൽ പോലും നിത്യനരകത്തിൽ വീണുപോകാതെ, ദൈവമേ, നിത്യനരകത്തിൽ അഗ്നിജ്വാലകൾക്കിടയിൽ കിടന്ന് യാതന അനുഭവിക്കാതിരിക്കുവാൻ ഈ ലോക ജീവിതത്തിൽ സഹോദരങ്ങളോട് കരുണ കാണിച്ച്, ദൈവമേ, കൂടപ്പറപ്പുകളെയും കണ്ടുമുട്ടുന്നവരെയും സഹായിച്ച് വേദന സഹിച്ചുപോലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്നും അതുവഴി അങ്ങ് എനിക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യരക്ഷയും നിത്യജീവനം സ്വന്തമാക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നും കരം പിടിച്ച് നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ടുമുട്ടുന്നവർക്ക് നന്മ ചെയ്യുവാനും ഒരനുഗ്രഹമായി മാറാനും ഈ ദിവസം നിനക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൗസേപ്പിന്റെയും മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേ